ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്ന നോക്കാം. കഴിഞ്ഞ സെഷനിൽ റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണെന്ന് നോക്കിയിരുന്നു. അതേപോലെ തന്നെയാണ് വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ചും. നീഡിൽ ഹൂപ്പിൻ്റെ അടിയിൽ നിന്ന് ഉയർത്തി കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് മുഴുവനായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ബാക്കിൽ കെട്ടുവിട്ട് കൊടുക്കുന്നുണ്ട്. റണ്ണിങ് സ്റ്റിച്ച് അറിയാത്തവർക്ക് എൻ്റെ മുമ്പ് ചെയ്ത വീഡിയോ കണ്ടു നോക്കാം. ഇനി വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ മെയിൻ പാർട്ടിലേക്ക് പോവാം. ഇപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ സെയിം ഹോളിൽ കൂടെ ഏത് ഹോളിൽ കൂടെയാണ് നമ്മൾ ഓറഞ്ച് ത്രെഡ് മുകളിലേക്ക് എടുത്തത് അതേ ഹോളിലേക്ക് കൂടെ തന്നെ ഈ ബ്ലൂ കളർ ത്രെഡും മുകളിലേക്ക് എടുക്കുക. ഇനി നമ്മൾ സൂചി തുണിയുടെ അടിഭാഗത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഓരോ സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെയാണ് നീഡിൽ ഇനി പൊക്കിയെടുക്കേണ്ടത്. ഇതുപോലെ ചെയ്തു കൊടുക്കാം. ഒരേ സൈഡിൽ നിന്ന് വേണം നീഡിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട്. മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് വേറൊരു സ്റ്റിച്ചായിട്ട് മാറും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു കൊടുക്കുക. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ത്രെഡ് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഓറഞ്ച് ത്രെഡ് എൻഡ് ചെയ്ത അതേ ഹോളിലൂടെ തന്നെ ബാക്കിലേക്ക് എടുക്കണം. എന്നിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണോ ലാസ്റ്റ് ടൈ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും ടൈ ചെയ്യുന്നത്. റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ബാക്ക് സൈഡ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ബാക്ക് സൈഡ് ഇരിക്കുക. രണ്ട് എൻഡ് സെക്യൂർ ചെയ്തത് മാത്രമാണ് നമുക്ക് ഹൂപ്പിൻ്റെ താഴെയായിട്ട് കാണാൻ പറ്റുക. അപ്പോൾ എങ്ങനെയാണ് വിപ്പിഡ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.